സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയ്ക്ക് വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. സ്ത്രീകളുടെ ശുദ്ധി പരിശോധനയ്ക്കുള്ള യന്ത്രമുണ്ടാകുമ്പോൾ താൻ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ അഭിപ്രായപ്പെട്ടതെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ക്ഷേത്രങ്ങളുടെ ഭരണങ്ങൾ വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നും എന്ന കുമ്മനം രാജശേഖരന്റെ അഭിപ്രായത്തിൽ തെറ്റില്ലെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സ്ത്രീകളുടെ ശുദ്ധി പരിശോധിക്കാനുള്ള സ്കാനിംഗ് മെഷീൻ വരുന്ന കാലത്ത് അവരുടെ ശബരിമല പ്രവേശനത്തെപ്പറ്റി ചിന്തിക്കാമെന്നായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവന. ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു വിഷയത്തെ പ്രയാർ ഗോപാലകൃഷ്ണൻ വിശദീകരിച്ചത്. ആധുനിക സ്കാനിംഗ് പോലുള്ള ഒരു മെഷീൻ വരുന്ന കാലം വരട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇതെന്താ ആലോചിക്കാമെന്ന് പറയുന്ന കാര്യം? ഈ ആലോചിക്കുന്ന കാലത്ത് ഞാൻ ദേവസ്വം പ്രസിഡന്റ് ആകുമെന്ന് അങ്ങ് ധരിക്കുന്നുണ്ടോ? ഞാൻ ധരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, തന്റെ ഭരണകാലത്ത് ഒരു കാരണവശാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റില്ല. ആചാരം തന്നെയാണ്. 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ളവരെ കയറ്റില്ല. വിശ്വാസികളെ അമ്പലങ്ങളുടെ ഭരണം ഏൽപ്പിക്കണമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ പ്രസ്താവനയെക്കുറിച്ച് ഇതായിരുന്നു പ്രതികരണം. ഞാൻ നല്ല വിശ്വാസിയാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്. വിശ്വാസികൾക്ക് കൊടുക്കണമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. വിശ്വാസികളായ ഒരുപാട് രാഷ്ട്രീയക്കാർ കേരളത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.